പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രസിദ്ധമായ രാമശ്ശേരി ഇഡ്ഡലി വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കാൻ അരിയും ഉഴുന്നും അരയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇതിനും അരയ്ക്കേണ്ടത്. ഇഡ്ഡലി പാത്രത്തിൽ വാഴയില വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ സാധാരണ ചെറിയ ഇഡ്ഡലിയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. 5 മിനിറ്റ് മാത്രം മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. 1 കപ്പ് ഉഴുന്നും 2.5 കപ്പ് ഡൊപ്പി റൈസുമാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അരിയും ഉഴുന്നും സെപ്പറേറ്റായിട്ട് കഴുകി 5 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം. ഉലുവ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉലുവ ചേർക്കാം. ഞാൻ ദോശയ്ക്ക് മാത്രമേ ഉലുവ ചേർക്കാറുള്ളൂ. വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇഡ്ഡലിക്ക് അരിയും ഉഴുന്നും നല്ലതുപോലെ അരയ്ക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഉഴുന്ന് നല്ലതുപോലെ അരയ്ക്കുകയും അരിയിൽ ചെറിയ ഒരു തരിതരിപ്പ് ഉണ്ടായിരിക്കും. വളരെ കുറച്ച് റവയുടേതുപോലുള്ള ചെറിയൊരു ഇത് ഉണ്ടാവും. അരിയും ഉഴുന്ന് സെപ്പറേറ്റായിട്ട് അരച്ചിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് ഉപ്പ് ചേർത്ത് 8 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കേണ്ട രീതിയും ഉണ്ടാക്കേണ്ട രീതിയും എല്ലാ കൂട്ടുകാർക്കും അറിയാം. എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചാണ് പറയുന്നത്. ഇഡ്ഡലിയുടെ കൂടെ കഴിക്കേണ്ട ഉഴുന്നുപൊടി ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. കഴുകിയെടുത്ത 3 ടേബിൾ സ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ മട്ടയരിയും അത് ഇതുപോലെ ചുവന്ന് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ബീറ്റ്റൂട്ട് ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് 2-3 ചെറിയ കഷ്ണം ബീറ്റ്റൂട്ടും 3 ചെറിയ ഉള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് തണുക്കുന്ന സമയം നമുക്ക് ഉഴുന്ന് പൊടി പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങയിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട്, പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളിയും ചേർത്ത് 1 ടീസ്പൂൺ നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം. 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കുറച്ച് കട്ടിക്ക് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറിയ തരിതരിപ്പ് ഉണ്ടായിരിക്കണം. ഇത് നമുക്ക് കടുക് താളിച്ചെടുക്കാം. ബീറ്റ്റൂട്ട് പച്ചടി പോലെ തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ അങ്ങനെയല്ല. ശരിക്കും നല്ലൊരു ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കൂ. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. നല്ലതുപോലെ ചമ്മന്തി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി, തിളയ്ക്കരുത്. ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തട്ട് വെച്ചതിന് ശേഷം വാഴയില ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇഡ്ഡലി മാവിൽ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 പച്ചമുളകും ചെറുതായി അരിഞ്ഞ് ചേർക്കാം. മാവ് അരച്ച് മിക്സ് ചെയ്ത് വെച്ച സമയത്ത് ഞാൻ ആവശ്യമായ ഉപ്പ് ചേർത്തിരുന്നു. വാഴയിലയിലേക്ക് എണ്ണയോ നെയ്യോ തേച്ചതിന് ശേഷം മാത്രമേ മാവ് കോരി ഒഴിക്കാവൂ. അടച്ചു വെച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തുറന്നെടുക്കണം. അപ്പോഴേക്ക് ഇത് വെന്തിട്ടുണ്ടാകും. ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ ഇല തന്നെ വീണ്ടും ഉപയോഗിക്കാം. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ
ഉറപ്പായും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഉഴുന്നുപൊടി ഇതിന് മുകളിൽ ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് ചമ്മന്തി കൂട്ടി കഴിച്ചു നോക്കൂ. വാഴയിലയ്ക്ക് പകരം വെള്ള കോട്ടൺ തുണി വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.